വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ടെക്നോ പാർക്കിലെ കുറച്ച് എന്താ പറയുക വേക്കൻസീസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ വേക്കൻസീസ് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത പോലെ ഒരു ജോബിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ആയിട്ടുള്ള അങ്ങനെയൊന്നുമല്ല, അതായത് ഒരു മിക്സപ്പ് ആയിട്ടുള്ള വാക്കൻസീസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. ഈ വാക്കൻസീസിൽ ഫ്രഷേഴ്സിനുള്ള വാക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വാക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഫോ പാർക്കിൽ മാത്രം വാക്കൻസീസിനെ കുറിച്ച് പറയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ടെക്നോ പാർക്കിലെ കൂടി ഞാൻ പറയുന്നത് കേട്ടോ. കാരണം നമ്മുടെ വീഡിയോസ് പല ആൾക്കാരും കാണുമല്ലോ, അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ടെക്നോ പാർക്കിൽ, അതായത് നമ്മുടെ ഒരു ഏജിലുള്ള, നമ്മുടെ ഈ ഒരു ഏജിൽ, നമ്മുടെ ഏജ് പറയുമ്പോൾ ഒരു 25, 26, 27 വയസ്സൊക്കെ അങ്ങനെയല്ല, ഇപ്പോൾ ഫ്രഷേഴ്സ് ആയിരിക്കുന്ന സമയത്ത് ഒരു 22, 23, 24 വയസ്സൊക്കെയോ അല്ലേ ഉണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ ഈ IT കമ്പനീസിൽ ആയിരിക്കും ഒരു കൂടുതലായിട്ട് ജോബ് നോക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ടാവുക IT പാർക്കിലായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻഫോ പാർക്കിനെയും ടെക്നോ പാർക്കിനൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഒരു കരിയർ നിങ്ങൾക്ക് അത്രയും ഓരോ ആൾക്കാർക്കും അവരുടെ കരിയർ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സ്ഥലത്ത് ജോബ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനത്തെയൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്കിനെ കുറിച്ച് പറയുന്നത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ടെക്നോ പാർക്കിലെ ആയിട്ടുള്ള വാക്കൻസീസ് ആണ്. അപ്പോൾ മിക്സപ്പ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന് തന്നെ പറയാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നില്ല. ടെക്നോ പാർക്കിൻ്റെ അഡ്രസ്സ്, അതായത് ഏത് ഫ്ലോറ്, കാര്യങ്ങൾ, കമ്പനി നെയിം, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വേണ്ടതാണെങ്കിൽ ക്വാളിഫിക്കേഷൻ, അതായത് ക്വാളിഫിക്കേഷൻ ചില റിക്രൂട്ട്മെൻറ്റിലൊക്കെ മസ്റ്റായിട്ട് വേണ്ടി വരില്ല, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ കമ്പനി ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടിയും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ജോബിനാണോ താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾ ആ ജോബിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഏത് ജോബാണോ ആ ജോബ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരാം നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വാക്കൻസിലോട്ട് പോവാം. അധികം നീട്ടി കൊണ്ടുപോകണില്ല. അപ്പോൾ വാക്കൻസി കണ്ട് ഞാൻ വേഗം പോയിക്കോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആകെ കൂടി പറയുന്നത് ഒരു 7 ജോബ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. 8 ജോബ്സിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇത് മിക്സപ്പ് ആയിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ട ജോബ് നിങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് വാക്കൻസി വന്നിട്ടുള്ളത് കൺട്രോൾ സിസ്റ്റം ഇൻറ്റേൺ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻറ്റേൺ എന്ന് പറയുമ്പോൾ അത് ഫ്രഷർ ആയിട്ടുള്ള ഒരു വാക്കൻസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻറ്റേൺ ആയിട്ട് ഈ പറയുന്ന എല്ലാ വാക്കൻസീസും ടെക്നോ പാർക്കിലെ മാത്രമാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ടെക്നോ പാർക്കിലെ മാത്രമായിട്ടുള്ള വാക്കൻസീസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ കൺട്രോൾ സിസ്റ്റം ഇൻറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺട്രോൾ സിസ്റ്റം ഇൻറ്റേൺ ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഈ കൺട്രോൾ സിസ്റ്റം ഇൻറ്റേൺ എന്ന് കൊടുത്തിട്ട് ഒരു ഐഫോൺ ഇട്ടിട്ട് നിങ്ങൾക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ സിസ്റ്റം ഇൻറ്റേൺ ആയിട്ടാണ് നമുക്ക് ടെക്നോ പാർക്കിൽ വാക്കൻസി വന്നിട്ടുള്ളത്. അതിൽ അവർ പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ഫീൽഡിലാണ് അവർ പറയുന്നിട്ടുള്ളത്, ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അതിൽ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്, 2 year+ എക്സ്പീരിയൻസ് ആണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ടെക്നോ പാർക്കിൽ phase 3 ഈ ഒരു വാക്കൻസി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാക്കൻസി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ആയിട്ട് വരുന്ന വാക്കൻസി വരുന്നത് ക്വാളിറ്റി അനലിസ്റ്റ് ആണ് കേട്ടോ. ഈ ക്വാളിറ്റി അനലിസ്റ്റും വരുന്നത് ടെക്നോ പാർക്കിലാണ്. എഡ്യൂക്കേഷൻ പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് കേട്ടോ. ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി നമ്മൾ PG, ആ ഒരു PG അവർ നോക്കുന്നത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കണം, അല്ലെങ്കിൽ കൊമേഴ്സിൽ ചെയ്തിരിക്കുന്ന PG ആവണം എന്ന് അവർ പറയുന്നത്, അതാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീൽഡ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊമേഴ്സിലായിരിക്കണം നിങ്ങളുടെ മാസ്റ്റേഴ്സ് ചെയ്തിരിക്കേണ്ടത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അവർ പറയുന്നത് 4 കൊല്ലം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ 4 കൊല്ലം എക്സ്പീരിയൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ 4 കൊല്ലം തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിതേപോലെ 2-3 കൊല്ലം എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് ഞാൻ 1 year വെച്ച് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് നോക്കണ്ട, നിങ്ങൾക്കൊരു ഫ്രഷർ ആയിട്ടൊന്നും എന്തായാലും ഇതിലും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് 4 കൊല്ലം എന്ന് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 കൊല്ലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ജോബിന്, അതായത് ഈ ക്വാളിറ്റി അനലിസ്റ്റിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. മൂന്നാമത്തെ ഒരു വാക്കൻസി പറഞ്ഞത് സ്റ്റുഡൻറ് റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വാക്കൻസിയാണ്. ഈ ഒരു വാക്കൻസിയിൽ ഫീമെയിൽസ് ഓൺലി എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫീമെയിൽസിന് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റുഡൻറ് റിലേഷൻ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. ഫീമെയിൽസ് ഓൺലി. ടെക്നോ പാർക്കിൽ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് നില ബിൽഡിങ്ങിൽ വരുന്നത്. എനി ഡിഗ്രിയാണ് അവർ പറയുന്നത്. ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് എനി ഡിഗ്രിയാണ് പറയുന്നത്. അപ്പോൾ 1 year പ്ലസ് എക്സ്പീരിയൻസ് ആണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോബിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ചോദിച്ചാൽ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. അടുത്തതായിട്ട് വരുന്നത് ടെലികോളിംഗ് എക്സിക്യൂട്ടീവിനെയാണ് കേട്ടോ വരുന്നത്. അത് ഫീമെയിൽസ് കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് ഇവർ നോക്കുന്നുള്ളൂ. എനി ഡിഗ്രിയാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടെലികോളിംഗ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ചോദിച്ചാൽ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ഒന്നല്ല കേട്ടോ, അത് വർക്ക് അറ്റ് ഓഫീസ് ആയിട്ടാണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്ന എന്താ പറയുക വാക്കൻസി എന്ന് പറയുന്നത് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. US വോയിസ് പ്രോസസ് ആയിട്ടാണ് ഈ സംഭവം വരുന്നത്. ലൊക്കേഷൻ ടെക്നോ പാർക്ക് തന്നെയാണ്. ഇതിൽ പറയുന്നത് എന്താ പറയുക 1 to 3 years എക്സ്പീരിയൻസ് ആണ് ഇവർ പറയുന്നത് കേട്ടോ. റൊട്ടേറ്റിംഗ് ഷിഫ്റ്റ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. റൊട്ടേറ്റിംഗ് ഷിഫ്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ ഇന്നൊരു 3 മണിക്കാണ് വർക്കെങ്കിൽ 3 മണി to 6 ആണെങ്കിൽ നാളെ ചിലപ്പോൾ എന്താവും വൈകുന്നേരം 6 മണി മുതലായിരിക്കും വർക്ക്, അല്ലെങ്കിൽ പിന്നെ നൈറ്റ് ആയിരിക്കും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വരുന്ന ഷിഫ്റ്റ് ആയിരിക്കും. ഒരു പെർമനന്റ് ആയിരിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ക്വാളിഫിക്കേഷൻ പറയുന്നത് എനി ഡിഗ്രിയാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു നല്ലൊരു എന്താ പറയുക പോസ്റ്റാണ് കേട്ടോ ഈ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക വാക്കൻസി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അടുത്തത് ഫ്രഷറിൻ്റെ വാക്കൻസിയാണ് വരുന്നത്. BTech കഴിഞ്ഞ ഫ്രഷേഴ്സിനുള്ള വാക്കൻസിയാണ് ഇത് വരുന്നത് കേട്ടോ. BTech ഫ്രഷർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആൾക്കാർക്ക്, അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആൾക്കാർക്കുള്ളൊരു വാക്കൻസിയാണ് വരുന്നത്. എന്താ പറയുക ഫ്രഷറായിട്ടാണ് അവർ നോക്കുന്നത്. അപ്പോൾ കുറേ പേർക്കുള്ളൊരു വാക്കൻസി ഈ ഒരു കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ BTech കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ജോലിയില്ലാതെ ഫ്രഷറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാക്കൻസിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് വരുന്നത് ഗ്രാഫിക് ഡിസൈൻ ഇന്റേൺ ആയിട്ടുള്ള ഒരു വാക്കൻസിയാണ് വരുന്നത്. അതും ടെക്നോ പാർക്കിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താ പറയുക എനി ഡിഗ്രിയാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ. ഏത് ഡിഗ്രി ആണെങ്കിലും അവർ ഫ്രഷേഴ്സിനെയാണ് എന്താ പറയുക പ്രിഫർ ചെയ്യുന്നത്. അവർക്ക് ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ ലിങ്കിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ വന്ന് ചോദിക്കാം ഏത് ജോബാണ് നിങ്ങൾക്ക് താല്പര്യം. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിക് ഡിസൈനറാണ് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന് കൊടുത്തിട്ട് ഒരു ഐഫോൺ ഇട്ടിട്ട് ലിങ്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഈ ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലിങ്കിൻ്റെ ഒക്കെ ഒരു വാലിഡിറ്റി പറയുന്നത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ഇത് എക്സ്പയർ ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ വേഗം തന്നെ എന്ത് ചെയ്യണം, ജോബിനൊക്കെ അപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇൻഫോ പാർക്കിൽ മാത്രം വാക്കൻസീസ് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടെക്നോ പാർക്കിലെ വാക്കൻസിയും കൂടി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വ്യൂസിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.